ഞാൻ ഇത്ര പട്ടി ഷോ കാണിച്ചിട്ട് എവിടേക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. കുറേ ആയി വിചാരിക്കണോ ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത്. ഇതിങ്ങനെ നീണ്ട് ഒരുമാതിരി ഒരു രസമില്ലാത്ത രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ലെയറോ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കത് കഴിഞ്ഞ് ഷിഫ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് പോകുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി ഗൈസ്. ഞാൻ ഭയങ്കര ഡൗട്ടാട്ടോ, എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ഒരു മുടി വെട്ടും, പിന്നെ അങ്ങോട്ട് റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. പക്ഷെ എന്നാലും ഓക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ലെങ്ത്ത് കളയാത്ത രീതിയിൽ ലെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ആ കുട്ടി ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. കുഷ് എന്നാണ് പേര്, നമ്മൾ പഞ്ചാബിൽ നിന്നാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അടിപൊളിയായി ചെയ്തു അവൻ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് നല്ല കൺസേൺ ഉണ്ടായിരുന്നു, ടീച്ചറായി ഇങ്ങനെ ഉണ്ടാവും പണി പാളുമോ, നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും റിഗ്രറ്റ് ആണല്ലോ, മുടി ഇപ്പം എത്ര വെട്ടിക്കഴിഞ്ഞാലും അതൊരു റിഗ്രറ്റ് തന്നെയാണ്. പക്ഷെ അത് നന്നായി സെറ്റ് ചെയ്ത് തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഇതുപോലെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ നമ്മളങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രണ്ട് എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലൊരു കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് സൈഡിലേക്ക് വേണം എന്നുള്ള ഡൗട്ടായിരുന്നു, റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ അതോ സെൻറ്ററിൽ ഇങ്ങനെ വേണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടി ഇങ്ങനെ സജസ്റ്റ് ചെയ്തു നമുക്ക് സെൻട്രൽ എടുക്കാം, പാർട്ടീഷൻ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നുള്ളത്. പിന്നെ അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ ഒരു നരച്ച മുടി അവിടെ ഇങ്ങനെ മറ്റേ ഒറ്റ മുടി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് കളഞ്ഞു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്ക്, കാരണം കുറേ ആയി ഞാൻ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും ലെങ്ത്ത് നമ്മുടെ പോയിട്ടുണ്ട് സത്യം പറയുക. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടമായി, എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡായി. അത് പിന്നെ നമുക്കൊരു സന്തോഷമല്ലേ, എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടിങ്ങനെ അങ്ങനെ അടിപൊളിയായപ്പോൾ ഞാൻ തങ്കു ഉറങ്ങുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ തങ്ങനെ വിളിക്കാണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തങ്കു ഇതേ നിൽക്കണം. അപ്പോൾ തങ്കുവിനോട് ചോദിച്ചു. അപ്പോൾ തങ്കു ആണെങ്കിൽ എൻ്റെ മുടിയുടെ അളവൊക്കെ അളന്ന് ഇവിടെ പോയി അവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീകരമായിട്ടുള്ള ഇതിലൊക്കെ ആയിരുന്നു തങ്കുവിൻ്റെ വക. അത് കഴിഞ്ഞ് അമ്മയെ വിളിച്ചു. ജൂലക്ഷ്മിക്ക് ഭയങ്കര ഇഷ്ടം കളർ ചെയ്യാനൊക്കെ പറഞ്ഞു. ഉഷാനാണെങ്കിൽ അന്തം വിട്ടിട്ട് എന്തിനാ കുഞ്ഞുമോളെ, അച്ഛൻ പിന്നെ കോമഡിയാക്കി ഇജിനി എല്ലാം ഇങ്ങനെ നശിപ്പിച്ചോന്നൊക്കെ പറഞ്ഞ് കോമഡിയായിരുന്നു. രേവു പിന്നെ എന്നെ പുച്ഛിച്ചു ഗൈസ്. അങ്ങനെ ആ സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി ഷിഫ്റ്റിന്. ബൈ. അങ്ങനെ പോയി ഞാൻ വീണ്ടും തിരിച്ചു വന്നു ഗൈസ്. ശ്രീകുട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടനെ ഞാൻ ഷിഫ്റ്റിലുള്ള സമയത്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ആ സമയത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനും തങ്കുവിനെ പോലെ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എത്ര മുടി പോയി എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി എൻ്റെ മുടികളെയൊക്കെ എണ്ണി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കളിയാക്കി ഊക്കി. ആസ് യൂഷ്വൽ ഞാനും ശ്രീകുട്ടനുള്ള പോലെ തന്നെ സംസാരിച്ച് അങ്ങനെ എൻ്റെ മുടി വെട്ടിയ